ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണുട്ടാ വേണ്ട. എന്തായി കാണിക്കുന്നത്? എന്താ മേഡം ഇത്? ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ? ഇവിടെ കിടന്നിങ്ങനെ. റസാഖ്, ഇവൻ ഒരു കാര്യമില്ലാതെ. കാര്യമില്ലെന്ന് ആര് പറഞ്ഞു മേഡം? പരുത്തിക്കുന്ന് അത് തന്നെയാണ് വിഷയം. ഇനി അതിന്റെ അവകാശം പറഞ്ഞോണ്ട് അങ്ങോട്ട് വരരുത്. വന്നാ ഇതല്ല, ഇതിന്റെ അപ്പുറം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇത് ശിവനാ പറയുന്നേ. നീ ആരാടാ ഈ പേടിപ്പിക്കുന്നേ? നീ ആണാണെങ്കി ഒന്ന് ചെയ്ത് കാണിക്കടാ. ഇനി എന്റെ പെണ്ണിന്റെ ശരീരത്ത് ഒരു തരി മണ്ണ് വാരിയിടാൻ നീയോ നിന്റെ തന്തയോ ശ്രമിച്ച രണ്ടിനെ ഒന്നിച്ച് വാരിക്കെട്ടി കത്തിക്കേണ്ടി വരും. വീട്ടിലുള്ളവർക്ക് പറഞ്ഞില്ലെന്ന് വേണ്ട. നീ ഇപ്പൊ ഞങ്ങളുടെ പുക ഞങ്ങളെ കാണിക്കാനുള്ള ഒരുക്കത്തിലാണല്ലേ? എങ്കിൽ നീ കേട്ടോ പരുത്തിക്കുന്നേ, ഇനി ഒരു നീക്കുപോക്ക് കളക്ടറെങ്ങാണം നടത്തിയ കളക്ടറേറ്റിലേക്ക് എത്താൻ നീ ഒരു തടസ്സമായിട്ടെങ്ങാണം നിന്നെ തീർത്തിട്ടായാലും പരുത്തിക്കുന്ന് കോളനി ഞങ്ങൾ സംരക്ഷിച്ചിരിക്കും. ഇത് ശിവന്റെ വാക്കാ, തെറ്റില്ല. ആയുസ് എടുക്കുന്ന കാര്യത്തിൽ ശിവനും മറ്റൊരാലോചനയില്ലെന്ന് നിനക്കറിയാലോ. തീർത്ത് കളയും ഞാൻ. എനിക്ക് നിന്നെ പോലെ വാക്കുകളുകൊണ്ട് കഴുത്തു മുറിക്കാനൊന്നും അറിയില്ല. പക്ഷെ ഞാൻ മുറിക്കും. എന്റെ കുടുംബത്തിന് ഭീഷണിയാവുന്ന ആരെയും. നീ എന്നെ കൊല്ലൂന്നല്ലേ പറഞ്ഞേ? ചാവാതിരിക്കാൻ ഞാനും ശ്രമിക്കാം, എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്. പക്ഷെ മക്കളൊന്ന് കരുതിയിരുന്നു, ഇരുട്ടിൽ എവിടുന്നെങ്കിലും ഒരു ആയുധം നിന്റെ ആയുസ് എടുക്കാനും ഉണ്ടാവും. അതെന്റെ കൈ കൊണ്ടാവാതിരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കേ. നമുക്ക് നോക്കാം. നോക്കാം. ഒരിക്കൽ കൂടി പറയുക, ആ കോളനി ഞങ്ങളുടേതാ. അവസാന രക്തം വീഴുന്നവരെ ഞങ്ങൾ അതിനുവേണ്ടി പോരാടിക്കൊണ്ടേയിരിക്കും. ഓർത്തോ? എനിക്കിപ്പോ നിന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യിക്കാം, ഞങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിന്. പക്ഷെ ഞാനത് ചെയ്യാത്തത് ഒരു അപകടാവസ്ഥയിൽ നിന്നും നീ എന്നെ രക്ഷിച്ചു എന്ന ഒറ്റ കാരണത്താലാണ്. പക്ഷേ ആ കടം ഇതോടെ തീർന്നു. ഇനി എന്നിൽ നിന്നും ഇതുപോലൊരു ആനുകൂല്യം കിട്ടിയെന്ന് വരില്ല. ശരി, വരവെക്കുന്നു. ഞാൻ ഇപ്പൊ പോവാം. പക്ഷേ പരുത്തിക്കുന്നിൽ ഇനി നിങ്ങൾ കേറിയ ആ നിമിഷം നിങ്ങൾ വിവരം അറിയും.